ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെന്റർ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത പോർഷന് ബാക്കി ഭാഗമാണ് കേട്ടോ ഇന്ന് എടുക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 10ാമത്തെ ചാപ്റ്റർ ആയ ലോക ഭൂപടത്തിൽ യൂറോപ്പ് എന്നുള്ള ചാപ്റ്റർ ആയിരുന്നു അല്ലെ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതിന് ബാക്കിയാണ് ഇന്ന് നോക്കുന്നത് കേട്ടോ. എന്തൊക്കെയായിരുന്നു നമ്മൾ ഈ ഒരു ചാപ്റ്ററിന് പഠിച്ചിട്ടുള്ളത്? കഴിഞ്ഞ ക്ലാസ്സിലെ യൂറോപ്പിന്റെ അടിസ്ഥാന വിവരങ്ങൾ നോക്കില്ലേ, അതുപോലെ യൂറോപ്പിന്റെ സ്ഥാനം എവിടെയാണെന്ന്, അതുപോലെ എന്താണ് ഭൂമിശാസ്ത്ര സവിശേഷതകൾ, അതായത് ഭൂപ്രകൃതിയെ 4ആയിട്ട് തരംതിരിച്ചു എന്ന് പറഞ്ഞു. വടക്ക് പടിഞ്ഞാറൻ കുന്നുകള്, അതുപോലെ ഉത്തര യൂറോപ്യൻ സമതലങ്ങള്, മധ്യ ഉന്നത തലങ്ങൾ, അതുപോലെ പിന്നെന്താണ് ആൽപൈൻ പർവ്വതനിരകൾ. ഇത് ഓരോന്നിന്റെയും പ്രത്യേകതകളും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കാലാവസ്ഥയും നൈസർഗിക സസ്യജന്തുജാലങ്ങളും, ഓരോ ഭൂപ്രകൃതിയിലും എന്തൊക്കെ കാലാവസ്ഥകളാണ് ഉള്ളത്, അതായത് എന്തൊക്കെയാണ് ഉഷ്ണ മരുഭൂമി, ശീത മരുഭൂമി, അതുപോലെ ഫസ്റ്റ് നമ്മൾ പഠിച്ച കാലാവസ്ഥ തന്നെ ആർട്ടിക് കാലാവസ്ഥ അല്ലെങ്കിൽ ടെൻഡ്ര കാലാവസ്ഥയായിരുന്നു അല്ലെ. പിന്നീട് എന്തായിരുന്നു ഉപ ആർട്ടിക് കാലാവസ്ഥ അല്ലെ ടൈഗെ കാലാവസ്ഥ, പിന്നെ കിഴക്കൻ യൂറോപ്യൻ കാലാവസ്ഥ, പിന്നെ പടിഞ്ഞാറൻ യൂറോപ്യൻ കാലാവസ്ഥ, പിന്നെ മെഡിറ്ററേനിയൻ കാലാവസ്ഥ. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ് കേട്ടോ. ഇവിടുന്ന് തുടങ്ങിയിട്ടാണ് നോക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ കേട്ടോ. അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സമൂഹവും ജനങ്ങളും. ആഫ്രിക്കയിൽ നിന്നാണ് മനുഷ്യർ ലോകത്തിന്റെ പല ഭാഗത്തേക്കും കുടിയേറിയത് എന്ന് വിശ്വസിക്കുന്നു. 40,000 മുതൽ 50,000 വർഷങ്ങൾക്ക് മുമ്പ് യൂറോപ്പിൽ എത്തിച്ചേർന്ന മനുഷ്യവംശം പിന്നീട് വിവിധ തരം ഭാഷകൾ സംസാരിക്കുകയും വിവിധ സംസ്കാരങ്ങൾ പിന്തുടരുകയും ചെയ്തു. പുറം നാടുകളിലേക്കുള്ള കപ്പൽ യാത്രകളും പര്യവേഷണങ്ങളും യൂറോപ്പിന്റെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ, ഭാഷാ വികാസങ്ങൾക്ക് വഴിതെളിയിച്ചു എന്നാണ് പറഞ്ഞത് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് ജനസംഖ്യ. ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത്? യുണൈറ്റഡ് കിങ്ഡം, അതായത് ഇംഗ്ലണ്ട്, സ്കോട്ട്ലാൻഡ്, വെയിൽസ് എന്നീ രാജ്യങ്ങളെ ചേർത്ത് ഗ്രേറ്റ് ബ്രിട്ടൻ എന്നും ഗ്രേറ്റ് ബ്രിട്ടന്റെ കൂടെ വടക്കൻ അയർലാൻഡ് കൂടി ചേരുമ്പോൾ അവയെ യുണൈറ്റഡ് കിങ്ഡം എന്നും വിളിക്കുന്നു. അപ്പൊ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എന്താണ്? ഇംഗ്ലണ്ട്, സ്കോട്ട്ലാൻഡ്, വെയിൽസ് കേട്ടോ. ഇംഗ്ലണ്ട്, സ്കോട്ട്ലാൻഡ്, വെയിൽസ് എന്നീ രാജ്യങ്ങൾ എന്താ വിളിക്കുന്നത്? ഒന്നിച്ചു ചേർത്ത് ഗ്രേറ്റ് ബ്രിട്ടൻ എന്നാണ് വിളിക്കുന്നത്. ഗ്രേറ്റ് ബ്രിട്ടൻ എന്നും. എന്നാൽ ഈ ഗ്രേറ്റ് ബ്രിട്ടന്റെ കൂടെ വടക്കൻ അയർലാൻഡ് കൂടി ചേരുമ്പോൾ അവയെ യുണൈറ്റഡ് കിങ്ഡം, UK എന്നും വിളിക്കുകയാണ് കേട്ടോ. യുണൈറ്റഡ് കിങ്ഡം എന്നും വിളിക്കുന്നു. അപ്പൊ UK-യിൽ ഏതൊക്കെ രാജ്യങ്ങളാണുള്ളത്? അതായത് യുണൈറ്റഡ് കിങ്ഡത്തിൽ ഏതൊക്കെ രാജ്യങ്ങളാണുള്ളത്? ഇംഗ്ലണ്ട്, സ്കോട്ട്ലാൻഡ്, വെയിൽസ്, അതുപോലെ പിന്നെന്താണ് അയർലാൻഡ് കേട്ടോ. ഇംഗ്ലണ്ട്, സ്കോട്ട്ലാൻഡ്, വെയിൽസ്, അയർലാൻഡ്. ഓക്കെ, നോട്ട് ചെയ്യട്ടോ. അടുത്തത് ജനസംഖ്യ. വലിപ്പത്തിൽ 6ാം സ്ഥാനത്താണെങ്കിലും ജനസംഖ്യയിൽ ഏഷ്യക്കും ആഫ്രിക്കയ്ക്കും തൊട്ടു പിന്നിലായി 3ാം സ്ഥാനത്താണ് യൂറോപ്പ്. അപ്പൊ എന്താണ്? ജനസംഖ്യയിൽ 3ാം സ്ഥാനത്തുള്ള പിന്നെന്താണ് വൻകര ഏതാണ്? 3ാം സ്ഥാനത്തുള്ള വൻകര യൂറോപ്പാണ് കേട്ടോ. റഷ്യയാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള യൂറോപ്യൻ രാജ്യം. റഷ്യയിലാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള യൂറോപ്യൻ രാജ്യം. അതുപോലെ ഏറ്റവും വലിയ യൂറോപ്യൻ രാജ്യവും റഷ്യയാണ് കേട്ടോ. ജർമ്മനി, യുണൈറ്റഡ് കിങ്ഡം, ഫ്രാൻസ്, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് ജനസംഖ്യയിൽ റഷ്യക്ക് പിന്നാലെയുള്ളത്. പിന്നാലെ ഏതൊക്കെയാണ്? ജർമ്മനി, പിന്നെ UK, ഫ്രാൻസ്, ഇറ്റലി. യൂറോപ്പിന്റെ എല്ലാ ഭാഗത്തും ജനസംഖ്യ ഒരുപോലെയല്ല കാണപ്പെടുന്നത്. ഭൂഖണ്ഡത്തിന്റെ പടിഞ്ഞാറ്, തെക്ക്, കിഴക്ക് ഭാഗത്തുള്ള രാജ്യങ്ങളാണ് ജനസംഖ്യ കൂടുതലായിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഏതൊക്കെ ഭാഗത്താണ്? പടിഞ്ഞാറ്, അതുപോലെ തെക്ക്, അതുപോലെ കിഴക്ക് ഭാഗത്തുള്ള രാജ്യങ്ങളാണ് ജനസംഖ്യ കൂടുതലുള്ളത്. സ്കാൻഡിനേവിയൻ പ്രദേശത്തുള്ള രാജ്യങ്ങളെയും അവയുടെ കാലാവസ്ഥയെയും ഭൂപ്രകൃതിയെയും കുറിച്ച് നാം ചർച്ച ചെയ്തല്ലോ. ഭൂമിശാസ്ത്ര പ്രത്യേകതകൾ കാരണം സ്കാൻഡിനേവിയൻ ഭൂപ്രദേശത്തുള്ള നോർവേ, സ്വീഡൻ, ഫിൻലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ ജനസംഖ്യയും ജനസാന്ദ്രതയും വളരെ കുറവാണെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ എന്ത് കാരണമാണ്? ഭൂമിശാസ്ത്ര പ്രത്യേകതകൾ കാരണം സ്കാൻഡിനേവിയൻ ഭൂപ്രദേശത്തുള്ള നോർവേ, സ്വീഡൻ, ഫിൻലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ ജനസംഖ്യയും അതുപോലെ ജനസാന്ദ്രതയും വളരെ കുറവാണ്. ഈ രാജ്യങ്ങൾ തെക്ക് കടലിനോട് ചേർന്നുള്ള പട്ടണങ്ങളിലാണ് ബഹുഭൂരിപക്ഷം ജനങ്ങളും താമസിക്കുന്നത്. ഈ രാജ്യങ്ങളിലൊക്കെ തെക്ക് കടലിനോട് ചേർന്നുള്ള പട്ടണങ്ങളിലാണ് ഭൂരിഭാഗം ജനങ്ങളും താമസിക്കുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? വലിപ്പത്തിൽ 6ാം സ്ഥാനം എങ്കിലും എന്താണ് പിന്നെ യൂറോപ്പിന് പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്? ജനസംഖ്യയുടെ അടിസ്ഥാനം നോക്കുമ്പോൾ 3ാം സ്ഥാനത്താണ് യൂറോപ്പ് എന്നാണ് പറയുന്നത്. അതുപോലെ റഷ്യയാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള യൂറോപ്യൻ രാജ്യം. പിന്നീട് ജർമ്മനി, യുണൈറ്റഡ് കിങ്ഡം, ഫ്രാൻസ്, ഇറ്റലി എന്നീ രാജ്യങ്ങളൊക്കെയാണ് ജനസംഖ്യ റഷ്യക്ക് പിന്നാലെ ഉള്ളത്. അടുത്തത് യൂറോപ്യൻ യൂണിയൻ എന്താണ്? ഓക്കെ, ആദ്യം നമുക്ക്
ഇതിനെ ബാക്കിയായിട്ട് നോക്കാം. വ്യത്യസ്ത ഭൂപ്രകൃതി, സംസ്കാരം, കുടിയേറ്റം എന്നിവയുടെ സ്വാധീനം മൂലം വിവിധ ഭാഷകളാണ് യൂറോപ്പിൽ സംസാരിക്കുന്നത്. യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്നത് റഷ്യൻ ഭാഷയാണ്. യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്നത് ഏത് ഭാഷയാണ്? റഷ്യൻ ഭാഷയാണ്. ഇതിനു പുറമെ ജർമ്മൻ, ഫ്രഞ്ച്, ഇറ്റാലിയൻ, ഇംഗ്ലീഷ്, സ്പാനിഷ് എന്നീ ഭാഷകളും വ്യാപകമായി സംസാരിക്കുന്നു. യൂറോപ്പിലെ ജനസംഖ്യാ വർധനവിന്റെ ഒരു പ്രധാന കാരണം കുടിയേറ്റമാണ്. എന്താണ്? കുടിയേറ്റമാണ് യൂറോപ്പിലെ ജനസംഖ്യാ വർധനവിന്റെ പ്രധാന കാരണം. ആഫ്രിക്ക, മധ്യേഷ്യ, തെക്കൻ ഏഷ്യ എന്നിവിടങ്ങളിൽ നിന്നും വലിയ തോതിൽ ജനങ്ങൾ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നു. ലോകത്തിലെ ഏറ്റവും വികസിതമായ പ്രദേശങ്ങളിൽ ഒന്നാണ് യൂറോപ്പ്. മികച്ച കാലാവസ്ഥയും സുലഭമായ ഭൂപ്രകൃതി വിഭവങ്ങളും സാങ്കേതിക വിദ്യയും യൂറോപ്പിനെ വ്യാവസായികമായും കാർഷികമായും സമ്പന്നമാക്കുന്നു. ഇത് തന്നെയാണ് യൂറോപ്പിലേക്കുള്ള കുടിയേറ്റത്തിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന്. യൂറോപ്പിലെ പ്രധാന കൃഷിരീതിയും വ്യവസായങ്ങളുമാണ് ഇനി പറയുന്നത് കേട്ടോ. അതിനു മുന്നേ ആയിട്ട് യൂറോപ്യൻ യൂണിയൻ ഒന്ന് നോക്കാം. 1957 ബെൽജിയം, ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, ലക്സംബർഗ്, നെതർലാൻഡ് എന്നീ 6 രാജ്യങ്ങൾ ചേർന്ന് ആരംഭിച്ച കൂട്ടായ്മയാണ് 1993 യൂറോപ്യൻ യൂണിയന്റെ രൂപീകരണത്തിന് വഴിതെളിയിച്ചതെന്നാ പറയുന്നത് കേട്ടോ. 1957 ബെൽജിയം, ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, ലക്സംബർഗ്, നെതർലാൻഡ് എന്നീ 6 രാജ്യങ്ങൾ ചേർന്ന് ആരംഭിച്ച കൂട്ടായ്മയാണ് പിന്നീട് 1993 യൂറോപ്യൻ യൂണിയന്റെ രൂപീകരണത്തിന് വഴിതെളിയിച്ചത്. രാജ്യങ്ങൾക്കിടയിലെ സാമ്പത്തിക ഐക്യവും ആഭ്യന്തര കമ്പോളവും ലക്ഷ്യമിട്ട് ആരംഭിച്ച കൂട്ടായ്മ പിന്നീട് സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലയിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. സമാധാനം, അനുരഞ്ജനം, ജനാധിപത്യം, മനുഷ്യാവകാശം എന്നീ മേഖലകളിലെ സംഭാവനയ്ക്ക് യൂറോപ്യൻ യൂണിയന് 2012 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചിരുന്നു. അപ്പൊ യൂറോപ്യൻ യൂണിയന് 2012 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് കേട്ടോ. 1993 യൂറോപ്യൻ യൂണിയൻ രൂപീകരിച്ചത്. അതിന് മുന്നേ ആയിട്ട് എന്താണ് അതിന്റെ മുൻഗാമി എന്ന് പറയുന്നത് 1957 ബെൽജിയം, ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, ലക്സംബർഗ്, നെതർലാൻഡ് എന്നീ 6 രാജ്യങ്ങൾ ചേർന്ന് ആരംഭിച്ച ഒരു കൂട്ടായ്മയാണ് കേട്ടോ. അതാണ് പിന്നീട് യൂറോപ്യൻ യൂണിയന്റെ രൂപീകരണത്തിലേക്ക് വഴിതെളിയിച്ചത്. ഓക്കെ, വർഷം 1993. അതുപോലെ എന്താണ് യൂറോപ്യൻ യൂണിയന് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച വർഷം 2012 കേട്ടോ. അടുത്തത് കൃഷിയും വ്യവസായവും. കൃഷിയിൽ പ്രാദേശിക വൈവിധ്യം നിലനിൽക്കുന്നുണ്ടെങ്കിലും സ്ഥല ലഭ്യതയും ജനസാന്ദ്രതയും അനുസരിച്ച് തീവ്ര കൃഷി, വ്യാപക കൃഷി, മിശ്ര കൃഷി എന്നീ കൃഷിരീതികളാണ് യൂറോപ്പിൽ പ്രധാനമായിട്ടും കണ്ടുവരുന്നത്. ഏതൊക്കെയാണ്? തീവ്ര കൃഷി, വ്യാപക കൃഷി, മിശ്ര കൃഷി ട്ടോ. ഇനി ഓരോന്നിന്റെയും പ്രത്യേകതകൾ നോക്കാം. തീവ്ര കൃഷി ജനസാന്ദ്രത കൂടിയ പ്രദേശങ്ങളിൽ മികച്ച സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വർദ്ധിച്ച ഉൽപാദനം നടത്തുന്ന ഒരു കൃഷി രീതിയാണ് തീവ്ര കൃഷി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ മെഡിറ്ററേനിയൻ കാലാവസ്ഥ അനുഭവപ്പെടുന്ന രാജ്യങ്ങളിൽ കൃഷി ചെയ്യുന്ന രാജ്യങ്ങളിലാണ് ഈ ഒരു തീവ്ര കൃഷി ഈ ഒരു രീതി ഉപയോഗിക്കുന്നത്. അതുപോലെ ഓറഞ്ച്, ഒലീവ്, മുന്തിരി എന്നിവയാണ് പ്രധാനമായും ഈ ഒരു തീവ്ര കൃഷിയിലൂടെ കൃഷി ചെയ്യുന്നത്. ഓറഞ്ച്, ഒലീവ്, മുന്തിരി എവിടെയാണ്? മെഡിറ്ററേനിയൻ കാലാവസ്ഥ അനുഭവപ്പെടുന്ന രാജ്യങ്ങളിലാണ് കേട്ടോ. ഓക്കെ, അടുത്തതാണ് വ്യാപക കൃഷി. അതിവിശാലമായ ഭൂപ്രദേശങ്ങളിൽ വാണിജ്യാടിസ്ഥാനത്തിൽ നടത്തുന്ന യന്ത്രവൽകൃത ധാന്യ കൃഷി രീതിയാണ് വ്യാപക കൃഷി ട്ടോ. വടക്കൻ യൂറോപ്പിലെ സ്റ്റെപ്പീസ് പുൽമേടുകളിലാണ് ഇത്തരം കൃഷിരീതി നടക്കുന്നത്. ഇപ്പൊ വ്യാപക കൃഷി വടക്കൻ യൂറോപ്പിലെ സ്റ്റെപ്പീസ് പുൽമേടുകളിലാണ് ഈ ഒരു കൃഷിരീതി. അതുപോലെ ഗോതമ്പാണ് പ്രധാന വിള. ബാർലി, ചോളം, ഓട്സ് തുടങ്ങിയ ധാന്യങ്ങളും കൃഷി ചെയ്യുന്നുണ്ട്. അപ്പൊ വ്യാപക കൃഷിയിൽ കൃഷി ചെയ്യുന്നത് ഏതൊക്കെ ഇനങ്ങളാണ്? ബാർലി, ചോളം, ഓട്സ് തുടങ്ങിയ ധാന്യങ്ങളും അതുപോലെ ഗോതമ്പാണ് പ്രധാനപ്പെട്ട വിള ട്ടോ. അടുത്ത കൃഷിരീതി മിശ്ര കൃഷിയാണ്. കൃഷിയോടൊപ്പം മൃഗപരിപാലനം നടത്തുന്ന ഒരു രീതിയാണ് മിശ്ര കൃഷി എന്ന് പറയുന്നത് കേട്ടോ. മിക്സ്ഡ് ഫാമിംഗ്. കൃഷിയോടൊപ്പം മൃഗപരിപാലനവും നടത്തുന്ന രീതി. മധ്യ പടിഞ്ഞാറൻ യൂറോപ്പിലാണ് ഇത്തരം കൃഷിരീതികൾ പ്രധാനമായും കാണപ്പെടുന്നത്. ധാന്യങ്ങൾ, പച്ചക്കറികൾ എന്നിവയുടെ ഉൽപാദനത്തിനോടൊപ്പം കന്നുകാലികളെയും പരിപാലിക്കുന്നുണ്ട്. മിശ്ര കൃഷി ട്ടോ. ഇനി യൂറോപ്പിൽ കൃഷിയോളം തന്നെ പ്രധാനമായ ഒരു പ്രാഥമിക സാമ്പത്തിക പ്രവർത്തനമാണ് മത്സ്യബന്ധനം. സമുദ്ര സാമീപ്യം എങ്ങനെയാണ് യൂറോപ്പിന്റെ മത്സ്യബന്ധന മേഖലയെ സ്വാധീനിക്കുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. മത്സ്യബന്ധനം വടക്കൻ കടൽ, നോർത്ത് സീ, അതുപോലെ ഉത്തര അറ്റ്ലാന്റിക് സമുദ്രം, ആർട്ടിക് സമുദ്രം എന്നിവയോട് ചേർന്ന് കിടക്കുന്ന നോർവേ, ഡെൻമാർക്ക്, പോളണ്ട് എന്നീ രാജ്യങ്ങളിലെ ഒരു പ്രധാന തൊഴിലാണ് മത്സ്യബന്ധനം. കോഡ്, മത്തി, സാൽമൺ, ഹാലിബട്ട്, അതുപോലെ കടൽ ദ്രൗട്ട് തുടങ്ങിയ മത്സ്യങ്ങൾ ഈ പ്രദേശങ്ങളിൽ നിന്ന് ധാരാളമായി ലഭിക്കുന്നു. ഇവിടെ കൊടുത്തു നോക്കാം. ഗ്രേറ്റ് ഫിഷർ ബാങ്ക്. യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ മത്സ്യലഭ്യതയുള്ള പ്രദേശങ്ങൾ ഡെൻമാർക്ക്, നോർവേ തീരത്തുള്ള ഗ്രേറ്റ് ഫിഷർ ബാങ്കും ഡോഗർ ബാങ്കുമാണ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ മത്സ്യലഭ്യതയുള്ള പ്രദേശങ്ങള് ഡെൻമാർക്ക്, നോർവേ തീരത്തുള്ള ഗ്രേറ്റ് ഫിഷർ ബാങ്കും ഡോഗർ ബാങ്കുമാണ്.
ഇവയ്ക്ക് പുറമെ മെഡിറ്ററേനിയൻ കടലും കരിങ്കടലും ഉൾനാടൻ കായലുകളും മത്സ്യബന്ധന വ്യവസായം അഭിവൃദ്ധിപ്പെടുത്തുന്നു. വ്യവസായം. ഇനി യൂറോപ്പിലെ വ്യവസായത്തെ പറ്റിയാണ്. വ്യാവസായിക വിപ്ലവം യൂറോപ്പിനെ വികസനത്തിലേക്ക് നയിച്ചു. യൂറോപ്പിലെ ഇരുമ്പുരുക്ക് വ്യവസായം, തുണി വ്യവസായം, നിർമ്മാണ മേഖല എന്നിവയെല്ലാം ലോക ശ്രദ്ധ നേടിയവയാണ്. ഇനി ഓരോന്നിനെ ഒരു മാപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. യൂറോപ്പിലെ വാഹന നിർമ്മാണ വ്യവസായം. യൂറോപ്യൻ രാജ്യങ്ങൾ വാഹന നിർമ്മാണത്തിൽ മുൻപന്തിയിലാണ്. ലോക യുദ്ധങ്ങളുള്ള സമയത്ത് തങ്ങളുടെ രാജ്യങ്ങളിലെ പട്ടാള മുന്നേറ്റത്തിനായി യുദ്ധവിമാനങ്ങളും ട്രക്കുകളും ടാങ്കറുകളും നിർമ്മിച്ച പല കമ്പനികളും പിന്നീട് വാഹന നിർമ്മാണ മേഖലയിലേക്ക് തിരിഞ്ഞു. ഔഡി, ഫെരാരി, ബുഗാട്ടി, ഫോക്സ് വാഗൺ, മെയ്സിഡസ് ബെൻസ്, BMW, റോൾസ് റോയ്സ്, സ്കാനിയ, വോൾവോ, പോർഷെ എന്നിവയെല്ലാം ലോകം മുഴുവൻ ആരാധകരുള്ള യൂറോപ്യൻ വാഹന കമ്പനികളാണ് കേട്ടോ. ഇവിടെ എന്താണ് യൂറോപ്പിലെ പ്രധാന വ്യവസായങ്ങളുടെ ഒരു ഭൂപടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. നോക്കാം. ഓക്കെ, എവിടൊക്കെയാണ് ഓട്ടോമൊബൈൽ വ്യവസായം നമുക്ക് എവിടൊക്കെ കാണാൻ പറ്റും? നെതർലാൻഡ്, സ്വീഡൻ, അതുപോലെ പിന്നെ യുണൈറ്റഡ് കിങ്ഡം. ഓക്കെ, പിന്നെ കപ്പൽ നിർമ്മാണം ക്രൊയേഷ്യ ഉണ്ട്, ക്രൊയേഷ്യ, ബെൽജിയം, അതുപോലെ നെതർലാൻഡ്. ഇരുമ്പുരുക്ക് വ്യവസായം ഓസ്ട്രിയ ഉണ്ട്, അതുപോലെ ജർമ്മനി, നെതർലാൻഡ് അല്ലെ. പിന്നെ തുണി വ്യവസായം നമുക്ക് സ്വിറ്റ്സർലാൻഡിലും ഇറ്റലിയിലും കാണാൻ പറ്റുന്നുണ്ട്. സ്വിറ്റ്സർലാൻഡിലും ഇറ്റലിയിലും. ഓക്കെ, കൃഷിയും വ്യവസായവും ജനങ്ങളുടെ സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക ജീവിതത്തെ പ്രകടമായി സ്വാധീനിക്കുന്നു. യൂറോപ്പിലെ പ്രധാന ആഘോഷങ്ങളും സാംസ്കാരിക കേന്ദ്രങ്ങളും നഗരങ്ങളും ഏതെല്ലാം എന്ന് പരിശോധിക്കാം. ഇനി എന്തൊക്കെയാണ് യൂറോപ്പിലെ പ്രധാന ആഘോഷങ്ങളും സാംസ്കാരിക കേന്ദ്രങ്ങളും നഗരങ്ങളും ഏതെല്ലാം എന്ന് പരിശോധിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ആഘോഷങ്ങളും സാംസ്കാരിക നഗരങ്ങളും. വൈവിധ്യമാർന്ന സംസ്കാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയും ആഘോഷങ്ങളുടെയും കേന്ദ്രമാണ് യൂറോപ്പ്. യൂറോപ്പിലെ വൈവിധ്യമാർന്ന ക്രിസ്തുമസ് പുതുവത്സര ആഘോഷം ജർമ്മനിയിലെ ജർമ്മനിയിലാണ് ഒക്ടോബർ ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ആഘോഷം നടക്കുന്നത് കേട്ടോ. അതുപോലെ സ്പെയിനിലെ ലാ ടൊമാറ്റിന, സ്പെയിനിലുള്ള ഒരു ആഘോഷമാണ് ലാ ടൊമാറ്റിന. കാളപ്പോര്, അത് സ്പെയിനിൽ രണ്ടെണ്ണമാണ്, ലാ ടൊമാറ്റിനയും കാളപ്പോര്. അതുപോലെ നെതർലാൻഡിലെ കിങ്സ് ഡേ കാർണിവൽ, വെനീസ് കാർണിവൽ എന്നിവ എടുത്തു പറയത്തക്ക ആഘോഷങ്ങളാണ്. ഈഫൽ ഗോപുരം, പിസയിലെ ചരിഞ്ഞ ഗോപുരം, ലണ്ടൻ ബ്രിഡ്ജ് തുടങ്ങിയ നിർമ്മിതികളും കലയും സംസ്കാരവും വിളിച്ചോതുന്ന നഗരങ്ങളും യൂറോപ്പിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് എന്നാണ് പറഞ്ഞിട്ടോ. ഇവിടെ എന്തൊക്കെയാണ്? ജർമ്മനിയിലെ ഒക്ടോബർ ഫെസ്റ്റ്, സ്പെയിനിലെ ലാ ടൊമാറ്റിന, അതുപോലെ കാളപ്പോര്, നെതർലാൻഡിലെ കിങ്സ് ഡേ കാർണിവലും വെനീസ് കാർണിവൽ. ഇതൊക്കെ എന്താണ് ഇവിടെ യൂറോപ്പിലുള്ള എടുത്തു പറയത്തക്ക ആഘോഷങ്ങളാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള. ഇനി പ്രധാനപ്പെട്ട നഗരങ്ങളെയാണ്, ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പാരീസ്. യൂറോപ്പിൽ പ്രതിവർഷം ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്ന നഗരം പാരീസ് ആണ്. സൈൻ നദീരത്ത് സ്ഥിതി ചെയ്യുന്ന പാരീസ് ഫ്രാൻസിന്റെ തലസ്ഥാനമാണ്. പാരീസ് കേട്ടോ. ഇത് ഏത് നദീതീരത്താണ്? സൈൻ നദീതീരത്താണ് പാരീസ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. സൈൻ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന പാരീസ് ഫ്രാൻസിന്റെ തലസ്ഥാനമാണ്. ഈഫൽ ഗോപുരം, ലൂവ്രെ മ്യൂസിയം തുടങ്ങിയ സഞ്ചാരികളെ ഈ നഗരത്തിലേക്ക് ആകർഷിക്കുന്നു. അടുത്തത് ലണ്ടൻ ആണ് കേട്ടോ. തേംസ് നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന ലണ്ടൻ ഇംഗ്ലണ്ടിന്റെയും യുണൈറ്റഡ് കിങ്ഡത്തിന്റെയും തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ്. എന്താണ്? ലണ്ടൻ ഏത് നദീതീരത്താണ്? തേംസ് നദീതീരത്താണ്. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാരീസ് സൈൻ നദീതീരത്താണ്, ലണ്ടൻ തേംസ് നദീതീരത്താണ് കേട്ടോ. ഇംഗ്ലണ്ടിന്റെയും യുണൈറ്റഡ് കിങ്ഡത്തിന്റെയും തലസ്ഥാനം ലണ്ടനാണ്. ഇംഗ്ലണ്ടിന്റെയും അതുപോലെ UK തലസ്ഥാനം ലണ്ടനാണ് കേട്ടോ. ഏറ്റവും വലിയ നഗരവുമാണ് ലണ്ടൻ അവിടുത്തെ. അതായത് ബെർലിൻ, ജർമ്മനിയുടെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ് ബെർലിൻ. ജർമ്മനിയുടെ തലസ്ഥാനമാണ് ബെർലിൻ. ഓക്കെ, ജർമ്മനിയുടെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ് ബെർലിൻ. ഏത് നദീതീരത്തിലാണ്? സ്പ്രീ നദീതീരത്താണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത്. ബെർലിൻ എവിടെയാണ്? സ്പ്രീ നദീതീരത്താണ്. അടുത്തത് മോസ്കോ ആണ് കേട്ടോ. റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോവ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ നഗരമാണ് യൂറോപ്പിലെ ഏറ്റവും വലിയ നഗരം. റഷ്യയുടെ തലസ്ഥാനമാണ് മോസ്കോ റഷ്യയുടെ തലസ്ഥാനമാണ്. മോസ്കോവ നദീതീരത്താണ് മോസ്കോ സ്ഥിതി ചെയ്യുന്നത്. മോസ്കോവ നദീതീരത്താണ്. അടുത്തത് റോം ആണ്. ഇറ്റലിയുടെ തലസ്ഥാന നഗരമായ റോം ടൈബർ നദീതീരത്താണ്
ഓക്കെ, ഇറ്റലിയുടെ തലസ്ഥാനമാണ് റോം. ഏത് നദീതീരാണ്? ടൈബർ നദീതീരത്താണ് റോം കേട്ടോ. റോമാ സാമ്രാജ്യത്തിന്റെയും ക്രിസ്തു മതത്തിന്റെയും നിരവധി സ്മാരകങ്ങൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നു. റോമിലെ കൊളോസിയം പുരാതന ലോക മഹാത്ഭുതങ്ങളിൽ ഒന്നാണ്. ഓക്കെ, നമുക്ക് എന്താണ് 7ാം ക്ലാസ്സിലെ പിന്നെ സോഷ്യൽ സയൻസിൽ നമ്മൾ കൊളോസിയം പഠിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്താണ് ഈ കൊളോസിയം? റോമിലെ കൊളോസിയം പുരാതന ലോക മഹാത്ഭുതങ്ങളിൽ ഒന്നാണെന്നാണ് പറയുന്നത്. ഇവയ്ക്ക് പുറമെ മാഡ്രിഡ്, ഏതൻസ്, ആംസ്റ്റർഡാം, വിയന്ന, ബാഴ്സലോണ, ലിസ്ബൺ, ഡബ്ലിൻ എന്നിവയെല്ലാം യൂറോപ്പിലെ പ്രധാന നഗരങ്ങളാണ്. അപ്പൊ നമ്മൾ ഏതൊക്കെയാണെന്ന് ഒന്നുകൂടി നോക്കാം. ഇമ്പോർട്ടന്റ് ആയിട്ടാണ് ഒന്നുകൂടി പറയുന്നത്. പാരീസ്. ഓക്കെ, പാരീസ് എന്താണ്? പാരീസ് നമ്മൾ പറഞ്ഞു, ഫ്രാൻസിന്റെ തലസ്ഥാനമാണ് പാരീസ്. സൈൻ നദീതീരത്താണ്. ലണ്ടനോ? ലണ്ടൻ തേംസ് നദീതീരത്താണ്. ലണ്ടൻ ഇംഗ്ലണ്ടിന്റെയും UK-യുടെയും യുണൈറ്റഡ് കിങ്ഡത്തിന്റെയും തലസ്ഥാനമാണ്. ബെർലിൻ. ഓക്കെ, ബെർലിൻ ജർമ്മനിയുടെ തലസ്ഥാനമാണ്. ബെർലിൻ ഏത് നദീതീരത്താണ്? സ്പ്രീ നദീതീരത്താണ്. അടുത്തത് മോസ്കോ. റഷ്യയുടെ തലസ്ഥാനമാണ് മോസ്കോ. മോസ്കോവ നദീതീരത്താണ് മോസ്കോ സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് റോം. ഇറ്റലിയുടെ തലസ്ഥാന നഗരമാണ് റോം. അതുപോലെ ടൈബർ നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ കുട്ടികൾക്ക് എന്താണ് ഓരോന്നും അവരുടെ നഗരവും എഴുതാൻ കൊടുത്തിട്ടുണ്ട്. നദിയും അതിന്റെ ഏത് നഗരമാണോ ആ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നത് അത് എഴുതാനാണ് കേട്ടോ. അടുത്തത് 1000 തടാകങ്ങളുടെ നാട്. നിങ്ങൾ 1000 തടാകങ്ങളുടെ നാട് എന്ന് കേട്ടിട്ടുണ്ടോ? വടക്കൻ യൂറോപ്യൻ രാജ്യമായ ഫിൻലാൻഡിനെ ഇങ്ങനെ വിശേഷിപ്പിക്കാറുണ്ട്. അപ്പൊ ഫിൻലാൻഡിനാണ് 1000 തടാകങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത്. ഏതാണ്? ഫിൻലാൻഡ് ആണ് കേട്ടോ. 1000 തടാകങ്ങളുടെ നാട് എന്ന് വിശേഷിപ്പിക്കാറുണ്ടെങ്കിലും 1,00,000-ലധികം തടാകങ്ങളും നിരവധി നദികളും വിശാലമായ ചതുപ്പ് നിലങ്ങളും നിറഞ്ഞതാണ് ഫിൻലാൻഡ്. ഫിൻലാൻഡിന്റെ തെക്കായി ബാൾട്ടിക് കടലും ഫിൻലാൻഡ് കടലിടുക്കും തെക്ക് പടിഞ്ഞാറായി ബോത്നിയ കടലിടുക്കും സ്ഥിതി ചെയ്യുന്നു. ഇവിടെ എന്തൊക്കെ പറഞ്ഞത്? ഫിൻലാൻഡിന്റെ തെക്കായിട്ട് ബാൾട്ടിക് കടൽ. ഫിൻലാൻഡിന്റെ തെക്കായിട്ട് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഫിൻലാൻഡിന്റെ തെക്കായിട്ട് ബാൾട്ടിക് കടലുണ്ട്. അതുപോലെ പിന്നെന്താണ് പറഞ്ഞിട്ടുള്ളത്? ഫിൻലാൻഡിലെ തെക്കായിട്ട് ബാൾട്ടിക് കടൽ, ഫിൻലാൻഡ് കടലിടുക്കും തെക്ക് പടിഞ്ഞാറായി ബോത്നിയ കടലിടുക്കും സ്ഥിതി ചെയ്യുന്നു. ഓക്കെ, തെക്ക് പടിഞ്ഞാറായിട്ട് ബോത്നിയ കടലിടുക്കും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ എന്താണ്? തെക്കായിട്ട് ബാൾട്ടിക് കടലും അതുപോലെ പിന്നെന്തായിരുന്നു പറഞ്ഞിട്ടുള്ളത്? ഫിൻലാൻഡ് കടലിടുക്കും. ഓക്കെ, ഇവിടുത്തെ ഭൂപ്രകൃതിയും കാലാവസ്ഥയും സംസ്കാരവും നിരവധി വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നു. ഇനി അടുത്തത് കാലാവസ്ഥയും ജനജീവിതവുമാണ് കേട്ടോ. ആർട്ടിക് കാലാവസ്ഥയും ഉപ ആർട്ടിക് കാലാവസ്ഥയുമാണ് ഫിൻലാൻഡിൽ പൊതുവെ അനുഭവപ്പെടുന്നത്. അതിശൈത്യവും മഞ്ഞുവീഴ്ചയും ഫിൻലാൻഡിന്റെ വടക്ക് ഭാഗങ്ങളിലെ ജനജീവിതം ദുസ്സഹമാക്കുന്നു. ഇത് കാരണം ഫിൻലാൻഡിന്റെ കടലിനോട് ചേർന്ന പ്രദേശങ്ങളിൽ പ്രധാന ജനവാസ മേഖലകൾ എവിടെയാണ്? കടലിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിലാണ് കൂടുതൽ ആളുകളും ജനങ്ങളും വസിക്കുന്നത്. ഫിൻസ് എന്ന് വിളിക്കപ്പെടുന്ന ഫിൻലാൻഡ് ജനതയുടെ 1/5 ഭാഗം തലസ്ഥാനമായ ഹെൽസിങ്കിയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. എന്താണ് ഫിൻസ് എന്ന് വിളിക്കുന്ന? ഫിൻലാൻഡിന്റെ തലസ്ഥാനമാണ് ഹെൽസിങ്കി. അവിടെയാണ് ഫിൻലാൻഡ് ജനതയുടെ 1/5 ഭാഗം ഈ ഒരു തലസ്ഥാനത്താണ് വസിക്കുന്നത്. ലോകത്തിലെ പ്രധാന ജനവാസ മേഖലകൾ പലതും തീരപ്രദേശങ്ങളിലാണല്ലോ സ്ഥിതി ചെയ്യുന്നത്. അതിന്റെ കാരണങ്ങൾ എന്തെല്ലാമായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയായിരിക്കും? ഗതാഗതവും വ്യാപാരവും, പിന്നെ ഭക്ഷ്യലഭ്യത അല്ലെ, അതുപോലെ പിന്നെന്താണ് അനുകൂലമായിട്ടുള്ള കാലാവസ്ഥ, അതുപോലെ സമതല പ്രദേശങ്ങളായിരിക്കില്ല. അപ്പൊ ഇതൊക്കെ എന്താണ് തീരപ്രദേശങ്ങളിലേക്ക് കൂടുതൽ ആളുകളും താമസിക്കാനുള്ള കാരണങ്ങളാണ് കേട്ടോ. തീരപ്രദേശങ്ങൾ കൂടുതലും ജനവാസ മേഖലകളാകാനുള്ള കാരണങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഫിൻലാൻഡിൽ 2/3 ഭാഗവും വനപ്രദേശമാണ്. ഭൂപ്രകൃതി വിഭാഗങ്ങൾ താരതമ്യേന കുറഞ്ഞ ഫിൻലാൻഡിൽ ഗുണമേന്മ കുറഞ്ഞ കൽക്കരിയാണ്, അതായത് പീറ്റാണ് പ്രധാനമായിട്ടും കാണപ്പെടുന്നത് കേട്ടോ. അപ്പൊ എന്താ പറഞ്ഞിട്ടുള്ളത്? ഭൂപ്രകൃതി വിഭവങ്ങൾ കുറവാണ്, താരതമ്യേന കുറവാണ് ഫിൻലാൻഡിൽ എന്നാണ് പറയുന്നത് കേട്ടോ. ഗുണമേന്മ കുറഞ്ഞ കൽക്കരി ആയിട്ടുള്ള പീറ്റാണ് പ്രധാനമായിട്ടും ഇവിടെ കാണപ്പെടുന്ന ഒരു സ്രോതസ് കേട്ടോ. അതുപോലെ ഊർജ്ജ സ്രോതസ്. അതുപോലെ ശൈത്യം കഠിനമായതിന് ഊർജ്ജത്തിന്റെ ഉപയോഗം വളരെ കൂടുതലാണ്. രാജ്യത്തെ ഊർജ്ജത്തിന്റെ പ്രധാന സ്രോതസ് ജലവൈദ്യുതിയാണെന്നാണ് പറഞ്ഞത് കേട്ടോ. ജലവൈദ്യുതിയാണ് പ്രധാന ഊർജ്ജ സ്രോതസ്. എന്നാൽ ശൈത്യം വൈദ്യുതി ഉൽപാദനത്തിന് തടസ്സം സൃഷ്ടിക്കുന്നു. കഠിനമായ ശൈത്യവും നിരന്തരമായ മഞ്ഞുവീഴ്ചയും നിർമ്മാണ പ്രവർത്തനത്തിനും ഗതാഗതത്തിനും തടസ്സങ്ങൾ സൃഷ്ടിക്കുകയും നിർമ്മാണ ചെലവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പൊ എന്താണ് പറഞ്ഞിട്ടുള്ളത്? പ്രകൃതി വിഭവങ്ങൾ കുറവാണ്. അത് എന്താണ് ഇവിടെ കാണപ്പെടുന്നത്? ഗുണമേന്മ കുറഞ്ഞ കൽക്കരിയായിട്ടുള്ള പീറ്റാണ് പ്രധാനമായിട്ടും കാണപ്പെടുന്നത്. അതുപോലെ ഊർജ്ജത്തിന്റെ പ്രധാന സ്രോതസ് ജലവൈദ്യുതിയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് സന്തോഷത്തിന്റെ നാട്.
പരിമിതികൾ പലതുണ്ടായിട്ടും 2024 ഐക്യരാഷ്ട്ര സംഘടനയുടെ ലോക സന്തോഷ സൂചികയിൽ വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഫിൻലാൻഡ് ഒന്നാമതാണ്. തുടർച്ചയായി ഏഴാം തവണയാണ് ഫിൻലാൻഡ് ഈ നേട്ടം കൈവരിക്കുന്നത്. അപ്പൊ 2024 ഐക്യരാഷ്ട്ര സംഘടനയുടെ ലോക സന്തോഷ സൂചികയിൽ ഫിൻലാൻഡ് ആണ് ഒന്നാമത് കേട്ടോ. തുടർച്ചയായി ഏഴാം തവണയാണ് ഫിൻലാൻഡ് ഈ നേട്ടം കൈവരിക്കുന്നത്. അപ്പൊ ഫിൻലാൻഡിനെ കുറിച്ച് സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ കൊടുക്കട്ടോ, ശ്രദ്ധിക്കുക. അടുത്തത് സ്കാൻഡിനേവിയൻ ഭൂപ്രകൃതിയും ആർട്ടിക് കാലാവസ്ഥയും അനുഭവിക്കുന്ന രാജ്യങ്ങളായ നോർവേ, സ്വീഡൻ, ഡെൻമാർക്ക്, ഐസ്ലാൻഡ് എന്നീ രാജ്യങ്ങളെല്ലാം ഫിൻലാൻഡിന്റെ പിന്നിലായി ലോക സന്തോഷ സൂചികയിൽ ആദ്യ 10 സ്ഥാനങ്ങളിലായി തന്നെയുണ്ട്. അപ്പൊ സ്കാൻഡിനേവിയൻ ഭൂപ്രകൃതിയും ആർട്ടിക് കാലാവസ്ഥയും അനുഭവിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? നോർവേ, സ്വീഡൻ, ഡെൻമാർക്ക്, ഐസ്ലാൻഡ്. ഈ രാജ്യങ്ങളെല്ലാം ഫിൻലാൻഡിന്റെ പിന്നിലായി ലോക സന്തോഷ സൂചികയിലെ ആദ്യ 10 സ്ഥാനങ്ങളിലായി തന്നെയുണ്ട്. കൂടാതെ ലോകരാജ്യങ്ങളുടെ വികസനത്തെ വിലയിരുത്തുന്നതിനായി ഐക്യരാഷ്ട്ര സംഘടന തയ്യാറാക്കുന്ന മാനവ വികസന സൂചികയും, അതായത് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, ഈ രാജ്യങ്ങൾ വളരെ മുന്നിലാണ്. മികച്ച കാലാവസ്ഥയും ഭൂപ്രകൃതിയും പ്രകൃതി വിഭവങ്ങളുമുള്ള ധാരാളം രാജ്യങ്ങൾ സന്തോഷ സൂചികയിൽ ഫിൻലാൻഡിന് പിറകിലാണ്. പ്രതികൂലമായ കാലാവസ്ഥയെയും ഭൂപ്രകൃതിയെയും തരണം ചെയ്ത് വികസനത്തിലേക്ക് കുതിക്കാനുള്ള ഫിൻലാൻഡ് ജനതയുടെ ഇച്ഛാശക്തിയും കഠിനാധ്വാനവും ലോകത്തിന് തന്നെ മാതൃകയാക്കാവുന്നതാണ്. എങ്ങനെയാണ് ഈ സന്തോഷ സൂചിക തയ്യാറാക്കുന്നത് കൊടുത്തിട്ടുണ്ട്. ആളോഹരി വരുമാനം, സാമൂഹിക പിന്തുണ, അതുപോലെ എന്താണ് ആരോഗ്യകരമായ ആയുർദൈർഘ്യം, സ്വാതന്ത്ര്യം, ദാനശീലം, അഴിമതി എന്നീ 6 ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് സന്തോഷ സൂചിക തയ്യാറാക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു സന്തോഷ സൂചിക തയ്യാറാക്കുന്നത്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ആളോഹരി വരുമാനം, അതുപോലെ സാമൂഹികമായിട്ടുള്ള പിന്തുണ, അതുപോലെ ആരോഗ്യകരമായ ആയുർദൈർഘ്യം, സ്വാതന്ത്ര്യം, ദാനശീലം, അഴിമതി, ഈ 6 ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് സന്തോഷ സൂചിക തയ്യാറാക്കുന്നത്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിലുള്ള കേട്ടോ. ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ വരുന്ന ഒരു ചാപ്റ്റർ ആണ്. അതുകൊണ്ട് തന്നെ വിട്ടുകളയാതെ നന്നായിട്ട് ഓരോ പോയിന്റ്സും നോട്ട് ചെയ്ത് തന്നെ പഠിക്കട്ടോ. അതുപോലെ നമ്മുടെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവർ ഉടൻ തന്നെ ജോയിൻ ചെയ്യണം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ടെലഗ്രാമിൽ നമ്മൾ എന്താണ് ഓരോ ചാപ്റ്റേഴ്സിനെയും ബേസ് ചെയ്തിട്ടുള്ള എക്സാം നടത്തുന്നുണ്ട് കേട്ടോ. അതുപോലെ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന മോക്ക് ടെസ്റ്റുകളൊക്കെ ഒന്നെന്താണ് വിടാതെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കട്ടോ. ഓക്കെ, അപ്പൊ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.